ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ലാറ്ററൽ എൻട്രിയുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം സെക്കൻഡ് വീഡിയോയിലേക്ക് നിങ്ങൾ കാണുക. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു വെക്ടർ ഓൾജിബ്ര, മെക്കാനിക്സിലെ ഫസ്റ്റ് മോഡലാണ് ഇൻട്രൊഡക്ഷൻ ടു വെക്ടർ ഓൾജിബ്ര ആണ് ചെയ്തത്. അതിൽ വെക്ടേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. അപ്പൊ അതിന് പറയാനുള്ള ക്രോസ് പ്രൊഡക്റ്റും അതേപോലെ തന്നെ ഇതിലെ ലോസും പറയാനുണ്ട്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ, പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡിഷൻ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പാരലോഗ്രാം ലോ ഒക്കെ എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് പാരലോഗ്രാം ലോ. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്. ഇതിന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതിനു മുമ്പ് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് നോക്കണം. ക്രോസ് പ്രൊഡക്റ്റ് നോക്കിയതിനു ശേഷം നമുക്ക് പാരലോഗ്രാം ലോയിലേക്ക് വരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞു, ക്രോസ് പ്രൊഡക്റ്റ്, രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് നോക്കാം. നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെ, നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിനെ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്, ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ വെക്ടർ പ്രോഡക്റ്റിന് കൂടെ പറയാറുണ്ട്. വെക്ടർ പ്രോഡക്റ്റ്. എന്തുകൊണ്ടാണ് വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെക്ടർ ആണ് കിട്ടുക. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിനെ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയാറുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റി ആണ് കിട്ടുക. നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റി ആണ് കിട്ടുക. അതുകൊണ്ട് വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്താന്ന് നോക്കാം. അപ്പൊ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: എ ക്രോസ് ബി. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. എ ക്രോസ് ബി. എയും വെക്ടറാണ്, ബിയും വെക്ടറാണ്. അപ്പൊ എ ക്രോസ് ബി നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുക, കുറെ ആൾക്കാർ എഴുതുന്ന സമയത്ത് എൻ ക്യാപ് സ്കിപ്പ് ചെയ്യാറുണ്ട്. മനസ്സിലാക്കുക, എൻ ക്യാപ് ഉണ്ടെങ്കിൽ മാത്രമേ വെക്ടർ ആവുള്ളൂ. അപ്പൊ എ ക്രോസ് ബിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ മക്കളെ? മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്. എൻ ക്യാപ് ആണ് ഇത് വെക്ടർ ആക്കി മാറ്റുന്നത്. എന്താണ് എൻ ക്യാപ്? ഇത് എൻ ക്യാപ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വെക്ടർ ആണ്. ഇതിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ആണ് എൻ ക്യാപ്. അപ്പൊ എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ ചോദിക്കാറുണ്ട്. എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? എ ക്രോസ് ബിയിലെ എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ചോദിച്ചത്? നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ, എയും ബി ഒരു പ്ലെയിനിലെ വെക്ടർ, ഒരു പ്ലെയിനിലെ വെക്ടേഴ്സ് ആയിരിക്കും അല്ലെ, ഏതെങ്കിലും ഒരു പ്ലെയിൻ, ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എൻ ക്യാപ്പ്. മനസ്സിലാക്കുക, എൻ ക്യാപ്പ് എന്ന വെക്ടർ അത് യൂണിറ്റ് വെക്ടർ ആണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ ക്യാപ്പ് ഉണ്ടാവുക. അപ്പൊ പെർപെൻഡിക്കുലർ പറഞ്ഞാൽ ഔട്ട്വേർഡ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ, ഇൻവേർഡ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ. ഔട്ട്വേർഡ് പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറയും. അപ്പൊ ഔട്ട്വേർഡ് നോർമൽ ആവാം, ഇൻവേർഡ് നോർമൽ ആവാം. അപ്പൊ നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ, ഈ പ്ലെയിന് നിങ്ങൾ എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് ഈ നോർമൽ വെക്ടർ. മനസ്സിലാക്കുക, അത് ഔട്ട്വേർഡ് നോർമൽ ആവാം, ഇൻവേർഡ് നോർമൽ ആവാം. അതെങ്ങനെ തീരുമാനിക്കുന്നത് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ആണ്. അപ്പൊ എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ യൂസ് ചെയ്യുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പൊ എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് വെച്ചാൽ നമ്മൾ പറയേണ്ടത് പെർപെൻഡിക്കുലർ പ്ലെയിൻ കണ്ടെയ്നിങ് ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഡയറക്ഷൻസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ചോദിച്ചതാണ്, മറന്നുപോയത്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ആണ് എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്ലെയിൻ perpendicular to the plane contain both A and B and directions given by right hand screw rule എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? എ ക്രോസ് ബി മോഡ് എ മോഡ് ബി സൈൻ തീറ്റ. മോഡ് എന്ന് പറഞ്ഞാൽ എയുടെ മോഡുലസ് ആണ്, മാഗ്നിറ്റ്യൂഡ് ആണ്. മോഡ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ. സൈൻ തീറ്റ ആണ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ നമ്മുടെ വരയ്ക്കാം, ജസ്റ്റ് പ്ലോട്ട് ചെയ്യാം രണ്ട് വെക്ടർ. ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. വെക്ടർ എ വെക്ടർ ബി, തീറ്റ ഇതാണ്. ഇപ്പൊ മനസ്സിലാക്കുക, നമ്മളിതിന്റെ വെക്ടറിന്റെ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് അതിന്റെ ലെങ്ത് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് കാണിക്കാം. അപ്പൊ എയുടെ ലെങ്ത് കൂടുതലാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചെന്നുള്ളൂ. ഇപ്പൊ എയുടെയും ബിയുടെയും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ അതിന് ക്രോസ് പ്രൊഡക്റ്റ് കിട്ടുക. മനസ്സിലാക്കുക. അപ്പൊ എ ക്രോസ് ബി അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയെങ്കിൽ രണ്ട് മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലെ ഇൻറ്റു എൻ ക്യാപ്. അതാണ് ഒരു വെക്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു എ ഇവിടെ ഡിഫൈൻ ചെയ്യാം. എ എന്നുള്ള വെക്ടർ ഞാൻ പണ്ട് ഡിഫൈൻ ചെയ്ത പോലെ A1i പ്ലസ് A2j പ്ലസ് A3k. ബി എന്ന വെക്ടർ B1i പ്ലസ് B2j പ്ലസ് B3k. റെഡി? അപ്പോൾ എ എന്നുള്ള വെക്ടറും ബി എന്നുള്ള വെക്ടറും ആയി.
അല്ലെ. എ ഒരു 3 ഡയമെൻഷണൽ വെക്ടർ ആണ്, IJ ഉള്ളതുകൊണ്ട് 3 ഡയമെൻഷണൽ വെക്ടർ ആണ് മനസ്സിലാക്കുക. B1i പ്ലസ് B2j പ്ലസ് B3k. നമുക്ക് ക്രോസ് ചെയ്ത് നോക്കാം. എങ്ങനെ ക്രോസ് ചെയ്യാം? A ക്രോസ് B ഡിഫൈൻ ചെയ്ത് A ക്രോസ് B നമ്മൾ ചെയ്യാൻ പോണ്. A ക്രോസ് B ഇങ്ങനെ ചെയ്യാം. ഡിറ്റർമിൻ ആണ് എടുക്കേണ്ടത്. ഡിറ്റർമിൻ ഓഫ് ഇവിടെ IJK ആദ്യം കൊടുക്കുക. ഫസ്റ്റ് ഇവിടെ A1 A2 A3 അതിന്റെ കമ്പണൻസ് കൊടുക്കുക. തൊട്ട് താഴെ B1 B2 B3 ഇതാണ് കമ്പണൻസ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മള് ക്രോസ് ബി IJK താഴെ A1 A2 A3 കൊടുത്തു. ബിയുടെ പിന്നെ തൊട്ട് താഴെ ബിയുടെ കമ്പണനെ B1 B2 B3 കൊടുത്തു. അതാണ് ക്രോസ് ബി. അപ്പൊ നമുക്ക് ഡിറ്റർമിൻ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ ചെയ്യുന്നില്ല. അപ്പം ക്രോസ് ബി കണ്ടുപിടിക്കുക എങ്ങനെയാ? ഡിറ്റർമിൻ ഓഫ് IJK A1 A2 A3 B1 B2 B3 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ബി കിട്ടും. ഓക്കെ. അപ്പൊ ക്രോസ് ബി ചെയ്ത് കിട്ടുന്നത് ഒരു വെക്ടർ ആണെന്ന് മറന്നു പോകരുത്. ഒരു ക്രോസ് ബി ചെയ്താൽ നമുക്ക് ഒരു വെക്ടർ ആണ് കിട്ടുക. A.B ചെയ്താൽ നമുക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് കിട്ടുക. അത് രണ്ടും മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇപ്പൊ ഇതിന്റെ പ്രോബ്ലംസ് ക്രോസ് ബി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാക്കുക, രണ്ട് വെക്ടർ ആംഗിൾ 0 ആണെങ്കിൽ എന്തായിരിക്കും വരിക? ക്രോസ് ബിന്റെ വാല്യൂ എന്ത് വരും? 0 വരും. കാരണം സൈൻ ഓഫ് 0 ആണ്. മനസ്സിലാക്കുക. അപ്പം അതും കൂടെ പോയിന്റ് നോട്ട് ചെയ്യാം അല്ലെ. തീറ്റ 0 ആണെങ്കിൽ അല്ലെ, രണ്ട് വെക്ടർ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും വരിക? 0 ആണ് വരിക. മനസ്സിലാക്കുക, 0 വെക്ടർ ആണ്. അങ്ങനെ സൈൻ 0 ആണ് അല്ലെ. സൈൻ 0 ആയതുകൊണ്ട് 0 വരിക. തീറ്റ 0 ആണെങ്കിൽ ക്രോസ് ബി 0 ആയിരിക്കും. മനസ്സിലാക്കുക, ക്രോസ് ബി ഈക്വൽ ടു 0. റെഡി? അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് അടുത്ത പറയാനുള്ളത്. അടുത്ത കാര്യം പറയാൻ പോകുന്നത് നമ്മള് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് പറയുന്നത്. വേണമെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറയാം. വെക്ടർ കാരണം ഫോഴ്സ് ഒരു വെക്ടർ ആണ്. ഇപ്പൊ ചില ബുക്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ഉണ്ടാവും, ചില ബുക്കിൽ പാരലോഗ്രാം വെക്ടർ ഉണ്ട്. പാരലോഗ്രാം ലോ വെച്ചിട്ട് നമുക്ക് രണ്ട് വെക്ടറിന്റെ റിസൾട്ടിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഗ്രാഫിക്കലും കണ്ടുപിടിക്കാൻ പറ്റും, അതേപോലെ തന്നെ നമ്മൾ മാത്തമാറ്റിക്കലും കണ്ടുപിടിക്കാൻ പറ്റും. ട്രയാങ്കിളിൽ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ, ട്രയാങ്കിളിൽ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക ഗ്രാഫിക്കലാണ്. ഗ്രാഫിക്കൽ പ്രൊസീജിയർ ആണ് ട്രയാങ്കിളിൽ വെച്ച് ചെയ്യുന്നത്. രണ്ട് വെക്ടറിന്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്ന ഗ്രാഫിക്കൽ പ്രൊസീജിയർ ആണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ട്രയാങ്കിൾ ലോ. ഓക്കെ, അതിന്റെ അഡ്വാൻസ്ഡ് ഇതാണ് പോളിഗൺ ലോ. നമ്പർ ഓഫ് വെക്ടേഴ്സ് 2ൽ കൂടുതലാകുന്ന സമയത്താണ് പോളിഗൺ ലോ ഓഫ് വെക്ടേഴ്സ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഡെഫിനിഷൻ നിങ്ങൾ അതിന്റെ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. അപ്പൊ പാരലോഗ്രാം ലോ ഓഫ് പറയുന്നത് ലോ ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ വെക്ടേഴ്സ് പറയുന്നത് ഇഫ് ടു ഫോഴ്സസ് ആക്ടിംഗ് സൈമിൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ് റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു അഡ്ജസന്റ് സൈഡ് ഓഫ് എ പാരലോഗ്രാം, then the resultant is represented in magnitude and direction by the diagonal of the parallelogram which passes through the point of intersection of the two sides representing the force. ഇതാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് പാരലോഗ്രാമിന്റെ ഡയഗണലാണ് തരിക. അപ്പൊ പാരലോഗ്രാമിന് രണ്ട് ഡയഗണലുണ്ട്, മനസ്സിലാക്കുക. അപ്പൊ ഏത് ഡയഗണലാണെന്ന് ഞാൻ ഫിഗർ വെച്ച് കാണിച്ചുതരാം. പ്രിൻസിപ്പൽ ഡയഗണലും ഓഫ് ഡയഗണലും ഇതുണ്ട്. അപ്പൊ മനസ്സിലാക്കുക ഏത് ഡയഗണലാണെന്ന് ഫിഗർ വരച്ചിട്ട് ഡിഫൈൻ ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് കാര്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാരലോഗ്രാം ലോ ഞാൻ എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. രണ്ട് വെക്ടറാണിത്, രണ്ട് വെക്ടർ. ഓക്കെ, അപ്പോ ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, വെക്ടർ എയും വെക്ടർ ബിയും. അപ്പൊ ഇതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ നമ്മളിതിനെ ഒരു പാരലോഗ്രാം ആക്കി മാറ്റും അല്ലെ. ഞാൻ വേറെ കളർ ഉപയോഗിച്ച് കാണിക്കുന്ന ഒരു പാരലോഗ്രാം ആക്കി മാറ്റും. നമ്മൾ ഒരു ഡോട്ട് ലൈൻ ഇട്ടിട്ട് പാരലോഗ്രാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പാരലോഗ്രാം ആക്കി മാറ്റും. ഓക്കെ, ഇതൊരു പാരലോഗ്രാം ആയിട്ടുണ്ടാവും അല്ലെ. ഇത് പാരലോഗ്രാം ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് വേറെ കളറിൽ ഇത് റിസൾട്ട് പാരലോഗ്രാമിന്റെ ഡയഗണലാണ് ഇതിന്റെ റിസൾട്ടന്റ്. അത് നമ്മള് ഇതാണ് അതിന്റെ റിസൾട്ടന്റ്. അപ്പൊ എയുടെയും ബിയുടെയും റിസൾട്ടന്റ് ആണ് ഈ ആർ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ആർ ഒരു വെക്ടർ ആണ്. രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആർ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അപ്പൊ ഇതിൽ ആംഗിൾ കൂടെ മാർക്ക് ചെയ്യാം. ഈ റിസൾട്ടന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ. മനസ്സിലാക്കുക, നിങ്ങൾ രണ്ടും മാറിപ്പോരുത്. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയും റിസൾട്ടന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്.
അപ്പൊ നമുക്ക് ഡിഫൈൻ ചെയ്ത് നോക്കാം. ആർ റിസൾട്ടന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് റിസൾട്ടന്റ് വെക്ടർ ആർ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ നോക്കാം? ആർ ഇസ് ഈക്വൽ ടു നിങ്ങൾ പഠിച്ചതാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയുടെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ബി സ്ക്വയർ ബിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലെ പ്ലസ് 2ab cos തീറ്റ. കോസ് തീറ്റ അല്ല കോസ് ആൽഫ. ശ്രദ്ധിക്കേണ്ട കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അപ്പൊ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് കിട്ടും. റിസൾട്ടന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. മനസ്സിലാക്കുക, റിസൾട്ടന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് ആൽഫ. ഓക്കെ, അപ്പൊ ഇതില് ഡിഫറെന്റ് കണ്ടീഷൻസ് നമ്മൾ പഠിക്കണം. അപ്പൊ ഇതില് ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മളെങ്ങനെ ഇപ്പൊ ഇതൊരു റിസൾട്ടിന്റെ ഒരു വെക്ടർ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. റിസൾട്ട് ഒരു വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിന് ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ ഡയറക്ഷൻ പറയണമെങ്കിൽ നമുക്ക് ആംഗിൾ കിട്ടിയാൽ മതി. അതായത് എ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളോ അല്ലെങ്കിൽ ബി ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളോ കിട്ടിയാൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് ഡയറക്ഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആംഗിളും കൂടെ എങ്ങനെ പറയാം? ആംഗിൾ അതായത് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്ത് തീറ്റയാണ്. അപ്പൊ നമുക്ക് ആ ആംഗിളും കൂടെ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫിഗർ ഞാൻ എക്സ്ട്രാ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാണ്. നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം താഴേക്ക് വരച്ചിട്ട് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ ഇതിന്റെ ലെങ്ത് നിങ്ങൾ നോക്കുക. ഈ ലെങ്ത് ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് ഈക്വൽ ഈ സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് പാരലോഗ്രാമില് സെയിം ആയിരിക്കും. മനസ്സിലാക്കുക, ട്രയാങ്കിൾ അല്ല പാരലോഗ്രാമില് ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് ബി തന്നെ, ഇവിടെയും ബി തന്നെ വരും അല്ലെ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് ബി ആണ്. ഈ ആംഗിള് ആൽഫയാണ്. ഈ ആംഗിളും സെയിം ആണ്. നിങ്ങൾ മനസ്സിലായി, പാരലോഗ്രാമിലെ ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും ആൽഫ. അപ്പൊ നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് ഞാൻ പിന്നെ നിങ്ങൾ പഠിപ്പിക്കും. ഇതിന് ബിയുടെ റിസോൾവ് ചെയ്താൽ ബി സൈൻ ആൽഫ, ഇത് ബി സൈൻ ആൽഫ വരും, ഇവിടെ ബി കോസ് ആൽഫ വരും. നിങ്ങൾ റിസോൾവ് ചെയ്താൽ ഓപ്പോസിറ്റ് സൈഡിൽ എപ്പോഴും സൈൻ ആൽഫ കമ്പണന്റും അഡ്ജസന്റിൽ കോസ് ആൽഫ കമ്പണന്റ് ആണ് വരിക. ഇതിപ്പോ നമ്മൾ ബിനെ റിസോൾവ് ബി സൈൻ ആൽഫ, ഇവിടെ ബി കോസ് ആൽഫയും വരും. മനസ്സിലാക്കുക, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ടാൻ തീറ്റ അല്ലെ റിസൾട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ടാൻ തീറ്റ നോക്കാം. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഞാൻ പറയുന്നത് പേര് കൊടുക്കുകയാണ്. ട്രയാങ്കിളിന്റെ പേര് ഒ എ ബി എന്നുള്ള ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. അതിന്റെ ടാൻ തീറ്റ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് എ ബി ആണ് അല്ലെ. ടാൻ തീറ്റ എ ബി ബൈ ഒ ബി ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, എ ബി ബൈ ഒ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ബി എന്ന് പറഞ്ഞാൽ ബി സൈൻ ആൽഫ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് ആൽഫ. ഇതാണ് അതിന്റെ ടാൻ തീറ്റ വരിക. അപ്പൊ തീറ്റ ഈക്വൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സൈൻ ആൽഫ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് ആൽഫ. ഫോർമുല മറന്നു വരുത്. ബി കോസ് ഇതൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. തീറ്റ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സൈൻ ആൽഫ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് ആൽഫ. തീറ്റ എന്ന് പറഞ്ഞാലും റിസൾട്ടന്റും വെക്ടർ എയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ അല്ലെ. ആൽഫ എന്ന് പറഞ്ഞാൽ എയും ബി തമ്മിലുള്ള ആംഗിൾ ആണ്. മറന്നു പോരുത്, മാറിപ്പോരുത് ഈ ഫോർമുല. അപ്പൊ നമ്മൾ റിസൾട്ടിന് കണ്ടുപിടിക്കാൻ ഫോർമുല റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2ab കോസ് ആൽഫ. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ഇനി ടാൻ തീറ്റ എയും റിസൾട്ടിനും നമ്മൾ ആംഗിൾ ആണ്. എന്തിനാ? ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബി സൈൻ ആൽഫ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് ആൽഫ. നിങ്ങൾ മനസ്സിലാക്കുക, ഈ വാല്യൂ അത് ഇതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ ആണ്. ഇതിന്റെ ബി സൈൻ ആൽഫ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിയുടെ ഓപ്പോസിറ്റ് ആണ് ബി സൈൻ ആൽഫ വരിക. ഇതിന് അഡ്ജസ്റ്റന്റ് ആയിട്ട് ബി കോസ് ആൽഫയാണ് വരിക. അതും കൂടെ മനസ്സിലാക്കുക. ഇതാണ് ഇതിന്റെ വാല്യൂ, തീറ്റയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സൈൻ ആൽഫ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് ആൽഫ. ഇതിന്റെ ഡിഫറെന്റ് കണ്ടീഷൻസ് നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് കണ്ടീഷൻ തീറ്റ അതായത് ആൽഫ മാറിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഡിഫറെന്റ് കണ്ടീഷൻ പഠിക്കാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. കേസ് 1 തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ സോറി തീറ്റ അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ ആൽഫയാണ് അല്ലെ. ആൽഫ 90 ഡിഗ്രി ആണെങ്കിൽ അല്ലെ. കേസ് 1
ആൽഫ ഈക്വൽ ടു 90°. എന്താ മീൻ ചെയ്യുന്നത്? എയും ബിയും നമ്മളെ ആംഗിള് 90°. എയും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടിന്റെ ഫോർമുല എന്ത് വരും? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2ab കോസ് തീറ്റ അല്ലെ, കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൽഫ 90 ആണ്. അപ്പൊ കോസ് ആൽഫ എന്ത് വരും? കോസ് 90 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. അല്ലെ, നമ്മൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2ab കോസ് ആൽഫ ആവശ്യമില്ല. കോസ് ആൽഫ അവിടെ ആൽഫ 90 ആകുമ്പോൾ കോസ് 90 0 ഇപ്പൊ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി നമ്മള് ഈ രണ്ട് വെക്ടറും ഈക്വൽ ആയ എന്താ വരും? എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയ എന്ത് വരും? ഇപ്പൊ അല്ലെ, അത് കേസ് 2 ആക്കി എടുക്കാം. കേസ് 2 ഇതൊക്കെ നമുക്ക് എക്സാം ചോദിച്ചാണ് അല്ലെ. എ ഈക്വൽ ടു വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി അല്ലെ. അത് ഞാനൊരു പേര് കൊടുക്കാം, ഒരു സ്മോൾ ലെറ്റർ ആയി കൊടുക്കാം. ഇപ്പൊ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഈക്വൽ ടു സ്മോൾ ലെറ്റർ. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെ. അപ്പൊ തരും റൂട്ട് ഓഫ് 2a സ്ക്വയർ. റൂട്ട് ഓഫ് 2a സ്ക്വയർ റൂട്ട് 2a. ഇത് എക്സാം ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പഠിക്കേണ്ടത്? രണ്ട് ഈക്വൽ വെക്ടേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? റൂട്ട് 2a. റൂട്ട് 2 ടൈംസ് ഓഫ് എനി വൺ ഓഫ് ദ വെക്ടർ. റൂട്ട് 2a ആണ് വരിക. എ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടറും ഈക്വൽ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എ റെപ്രസെന്റ് ചെയ്തത്. മനസ്സിലാക്കുന്നത്? എക്സാം ചോദിച്ചാണ്. രണ്ട് ഈക്വൽ വെക്ടർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ടൈംസ് ഓഫ് എനി വൺ ഓഫ് ദ വെക്ടർ ആണ്. റൂട്ട് 2 ടൈംസ് എ. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. ആംഗിൾ ആൽഫ പറഞ്ഞു. എങ്ങനെ? അടുത്ത ആംഗിള് ആൽഫയ്ക്ക് പകരം ഞാൻ വേറെ ആംഗിൾ കൊടുക്കുകയാണ്. കേസ് 3 ആൽഫ 120° ആവുന്ന സമയത്ത്, ആൽഫ 120° ആവുന്ന സമയത്ത് നമുക്ക് റിസൾട്ടന്റിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2ab കോസ് 120. കോസ് 120 എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, കോസ് 120 നിങ്ങൾ കണ്ടുപിടിക്കുക. കോസ് ഓഫ് 90 പ്ലസ് തീറ്റ. കോസ് ഓഫ് 90 പ്ലസ് തീറ്റ എന്ന സൈൻ തീറ്റയാണ്. ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് ഓൾ സ്റ്റുഡന്റ് ടേക്ക് ഓഫ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് കാണിക്കാം. ഇവിടെ ഓൾ സ്റ്റുഡന്റ് ടേക്ക് കോഫി സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ ആണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ 120 ആംഗിൾ വരുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. കോസ് 120 എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് വരിക. മൈനസ് കോസ് മൈനസ് സൈൻ 30 ആണ് വരിക. സൈൻ 30 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. മൈനസ് സൈൻ 30 മൈനസ് ഹാഫ് വരും അല്ലെ. അപ്പൊ നമ്മൾ നോക്കാം. എ സ്ക്വയർ ഇവിടെ കൊടുക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 120 മനസ്സിലാക്കുക. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 120 മൈനസ് ഹാഫ് ആണ്. മൈനസ് ഹാഫ് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ് നമുക്ക് കിട്ടുക റിസൾട്ടന്റ്. രണ്ട് വെക്ടർ 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ടന്റ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ് വരിക. ഇനി നമുക്ക് രണ്ട് വെക്ടറും ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. രണ്ട് വെക്ടറും 120ലാണ് ആക്ട് ചെയ്യുന്നത്. ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് വരും നമുക്ക് നോക്കാം. നമ്മൾ തന്നെ പറയാം. കേസ് 4 ആക്കി എഴുതാം. കേസ് 4 അവിടെ എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. എ കൊടുക്കാം. പിന്നെ ആൽഫ എന്ന് പറയുന്നത് 120 തന്നെ കൊടുക്കാം. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? ആർ ഇസ് ഈക്വൽ ടു ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എല്ലാം സെയിം ആണ്. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലെ, മൈനസ് എ ബി മൈനസ് എ സ്ക്വയർ വരും. അതായത് നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയറും കട്ടായിട്ട് നമുക്ക് എ കിട്ടും. ഇത് നിങ്ങൾക്ക് എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് രണ്ട് ഈക്വൽ വെക്ടർ 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ടന്റും ഈക്വൽ വെക്ടറിനല്ലേ കിട്ടുന്നത്. അതായത് ഏതല്ലേ കിട്ടുന്നത്. ഇത് എക്സാം ചോദിക്കാറുണ്ട്, ചോദിച്ചതാണ്, മറന്നു പോകരുത്. രണ്ട് ഈക്വൽ വെക്ടർ 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ടന്റും ഈക്വൽ വെക്ടർ ആയിരിക്കും അല്ലെ. അതിന്റെ എന്താണോ മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ്
രണ്ട് 5 ന്യൂട്ടൺ ഫോഴ്സ് 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്താൽ അതിന്റെ റിസൾട്ടന്റ് എത്രയും ചോദിച്ചാൽ 5 ന്യൂട്ടൺ തന്നെയാണ്. രണ്ട് 10 ന്യൂട്ടൺ ഫോഴ്സ് 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്താൽ അതിന്റെ റിസൾട്ടന്റ് എത്രയാണ്? 10 ന്യൂട്ടൺ ഫോഴ്സ് തന്നെയാണ്. രണ്ട് 20 ന്യൂട്ടൺ 120 ഡിഗ്രി ആക്ട് ചെയ്താൽ അതിന്റെ റിസൾട്ടന്റ് 20 ന്യൂട്ടൺ തന്നെയാണ്. അത് ഈക്വൽ തന്നെയായിരിക്കും. മനസ്സിലാക്കുക, 120 ഡിഗ്രി ആക്ട് ചെയ്യുന്ന സമയത്താണ് അതിന്റെ റിസൾട്ടന്റ് ഈക്വലായി മാറുക. അപ്പൊ അത് മറന്നു പോയത് എക്സാമിന് ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് എക്സാമിന് ചോദിച്ചതാണ്, പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചതാണ്. അപ്പൊ ഇത് മറക്കരുത്. ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒരു രണ്ട് ഈക്വൽ വെക്ടേഴ്സിന്റെ റിസൾട്ടന്റും ഈക്വൽ വെക്ടർ ആവുന്ന ആംഗിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 ഡിഗ്രി ആണ്. അത് മറക്കരുത്. ഓക്കെ, അതിന് നമ്മൾ രണ്ട് വെക്ടറും 180 ആൽഫ 180 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവും. ഓപ്പോസിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? അതിന്റെ റിസൾട്ടന്റ് എന്ത് വരും? നമുക്ക് ചെയ്ത് നോക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. കേസ് 5 അല്ലെ, കേസ് 5 നോക്കാം. കേസ് 5 നമുക്ക് ആൽഫ 180 ആവുന്ന സമയത്ത് എന്താ വരിക? ആൽഫ 180 ആകുമ്പോൾ റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos 180. cos 180 എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലേ? അപ്പം നമുക്ക് r is equal to cos 180 1 ആണ്. അപ്പൊ നമുക്ക് r is equal to എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കിട്ടും അല്ലേ? അതായത് നമുക്ക് കേസ് 5 നോക്കാം. കേസ് 5 ആൽഫ 180 ഡിഗ്രി, അതായത് രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos 180. cos 180 -1 ആണ്. അപ്പൊ നമുക്ക് അത് എടുത്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ -2ab വരും. അതായത് a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിലേക്ക് മാറും. അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് a മൈനസ് ബി കിട്ടും. അപ്പൊ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ a മൈനസ് ബി ആണ് വരിക. ഞാൻ സ്റ്റെപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ പറയാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos 180. cos 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ നമുക്ക് എന്താ വരിക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ -2ab വരിക. അതായത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റാൻ പറ്റും ഇതിനെ. അപ്പൊ അതിന്റെ റൂട്ടും കൂടെ വരുന്ന സമയത്ത് a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് a മൈനസ് ബി വരിക. അതായത് രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടന്റ് ഒരു വെക്ടറിന് മറ്റൊരു വെക്ടർ മൈനസ് ചെയ്യാൻ വരിക അല്ലെ? അപ്പൊ a മൈനസ് ബി ആണ് അതിന്റെ റിസൾട്ടന്റ് വരിക. ആൽഫ 180 ഡിഗ്രി ആണെങ്കിൽ അല്ലെ, ഈക്വൽ ആണ് എന്താ സംഭവിക്കുക? ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഈക്വൽ ആണെങ്കിൽ 180 ഡിഗ്രിയിലാണ് രണ്ട് വെക്ടറും ഈക്വൽ ആണെങ്കിൽ റിസൾട്ടന്റ് ഉണ്ടാവില്ല അല്ലെ? സീറോ ക്യാൻസൽ ആയിപ്പോവും, 0 ആയിപ്പോവും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആയിട്ട്, രണ്ട് ഈക്വൽ വെക്ടർ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്താൽ റിസൾട്ടന്റ് √2 ടൈംസ് ഓഫ് a ആണ്. രണ്ട് ഈക്വൽ വെക്ടർ 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ടന്റ് സെയിം വെക്ടർ തന്നെയാണ്. ഈ രണ്ട് പോയിന്റ്സ് എന്തായാലും ഓർമ്മ വേണം. ഇതിന്റെ പ്രോബ്ലംസ് ചോദിച്ചിട്ട് ഒരുപാട് വട്ടം ചോദിച്ചതാണ്. ഓക്കെ, ഈ രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുകയാണെങ്കിലോ, ഒരേ ഡയറക്ഷൻ, ഇപ്പൊ കേസ് 6 കൂടെ എഴുതാം. കേസ് 6 എന്ന് പറഞ്ഞിട്ട് ആൽഫ 0 ഡിഗ്രി രണ്ട് വെക്ടറും ഒരേ ഡയറക്ഷൻ. അപ്പൊ റിസൾട്ടന്റ് എന്താ വരിക? ഒരേ ഡയറക്ഷൻ രണ്ട് വെക്ടർ ആക്ട് ചെയ്താൽ അതിന്റെ റിസൾട്ടന്റ് a+b വരിക. രണ്ട് വെക്ടറും ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന്റെ റിസൾട്ടന്റ് മീൻസ് റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് പറഞ്ഞത്. നമുക്ക് പാരലോഗ്രാം ലോ വെച്ച് റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, ആ ഫോർമുലയിൽ നമുക്ക് റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, ഡയറക്ഷൻ നമുക്ക് ടാൻ തീറ്റയിലാണ് നമുക്ക് ആംഗിൾ കിട്ടുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചെടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പാരലോഗ്രാമിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റിന് ശേഷം പാരലോഗ്രാം ലോ പറഞ്ഞു. പാരലോഗ്രാം ലോയില് ജസ്റ്റ് അതിന്റെ ഡിഫറെന്റ് കേസസ് പറഞ്ഞു. പാരലോഗ്രാം ഡിഫൈൻ ചെയ്തു, അതിന്റെ കേസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പാരലോഗ്രാമിൽ പഠിക്കേണ്ടത്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ചെയ്തു നോക്കാം. താങ്ക് യു ഫ്രണ്ട്സ്.